നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മമ്മൂട്ടിക്ക് ഇനി നാഷണൽ അവാർഡ് കിട്ടുമോ? എനിക്കൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അത് രാഷ്ട്രീയപരമായ എന്തോ ആയിക്കോട്ടെ. പക്ഷേ മമ്മൂട്ടിക്ക് ലാസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയത് 1999 അംബേദ്കർ, ജബ്ബാർ പട്ടേലിൻ്റെ അംബേദ്കർ എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഏകദേശം ഇത് 2024 3 തവണ അതിന് മുമ്പ് അതുൾപ്പെടെ 3 തവണ നാഷണൽ അവാർഡ് കിട്ടിയ ആളാണ് മമ്മൂട്ടി. ഇപ്പം ഏകദേശം 25 കൊല്ലമാകുന്നു മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ട്. എന്നാൽ അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ എടുത്തു നോക്കിയാൽ ഒരു 10 നാഷണൽ അവാർഡ് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. മോഹൻലാലും മോശക്കാരനൊന്നും അല്ല, പക്ഷെ മോഹൻലാലിന് പല ബഹുമതികളും അല്ലാതെ കിട്ടുന്നതെന്ന് നമുക്ക് തോന്നുന്നു. ഇപ്പം പത്മശ്രീ കഴിഞ്ഞപ്പോൾ പത്മഭൂഷൺ മോഹൻലാലിന് കിട്ടി. മമ്മൂട്ടി പത്മശ്രീയിൽ നിൽക്കുകയാണ്. അത് ഈ പറഞ്ഞ പോലെ 2000-ലെങ്ങാണ്ടാണ് കിട്ടിയത്. അന്നേരം ഈ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ 23-24 വർഷങ്ങൾക്കിടെ നാഷണൽ അവാർഡോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതികളോ ഒന്നും കിട്ടാത്തൊരു നടൻ മമ്മൂട്ടിയാണ്. വളരെ വിഷമത്തോടു കൂടിയാണ് നമുക്ക്. കാരണം അദ്ദേഹം ഈ 73-ാമത്തെ വയസ്സിലും ഇങ്ങനെ നിൽക്കുന്ന ഫിലിം ഫീൽഡിൽ നിൽക്കുന്ന ഒരു ആക്ടറും ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും ഡെഡിക്കേഷനായിട്ട് 73-ാമത്തെ വയസ്സിൽ. ഇപ്പോൾ രജനീകാന്ത് സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു മാസ് മസാല പടം 2 കൊല്ലം ഇരിക്കുമ്പം ചെയ്യുന്നു. ഇവിടെ പരീക്ഷണങ്ങൾ വിജയിപ്പിച്ച് ഇപ്പോഴും ഭ്രമയുഗവും കാതലും നൻപകൽ നേരത്ത് മയക്കും റോഷാക്കും എല്ലാം എടുത്തിട്ട് തകർക്കുമ്പം ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ എങ്ങനെ ഒരു സർക്കാരിന് കഴിയുന്നു, അല്ലെങ്കിൽ ജൂറി മെമ്പേഴ്സിന് കഴിയുന്നു? എനിക്കിതിൻ്റെ മുമ്പേ ഓർമ്മ വന്നത് നമ്മുടെ തന്നെ ആൾക്കാരെ എടുത്തിട്ട് അടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് പലപ്പോഴും മമ്മൂട്ടിക്കും മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം. ഇവിടുന്ന് പോകുന്ന ജൂറി മെമ്പേഴ്സുണ്ട്. ഇവിടുന്ന് പോകുന്ന ജൂറി മെമ്പേഴ്സ്, ഉദാഹരണം മേജർ രവി പോലുള്ള ഒരാൾ പേരൻറ് സിനിമയ്ക്ക് അവാർഡ് കിട്ടാത്തതിന് കാരണം അന്ന് ജൂറി മെമ്പറിലെ കേരളത്തിൽ നിന്ന് പ്രതികരിച്ച് പോയത് നമ്മുടെ മേജർ രവിയാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ട് അവാർഡ് കിട്ടാൻ എന്താണെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം സെക്കൻഡ് ഹാഫ് സ്ലോ ആണെന്ന് പറഞ്ഞു. ഇത്രയും വിഡ്ഢിത്തം പറഞ്ഞ മറ്റൊരു മനുഷ്യനില്ലെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് ഹാഫ് സ്ലോ, അല്ലെങ്കിൽ സിനിമയുടെ ആ സ്ലോ വെച്ചാണോ അവാർഡ് കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള അവാർഡുകളൊന്നും, അങ്ങനെയാണെങ്കിൽ പലർക്കും 90% പേർക്ക് അവാർഡ് കിട്ടത്തില്ലല്ലോ. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാർ പോകാതിരിക്കുക. ഇതിനെ ജാതീയമായും രാഷ്ട്രീയമായും കാണാതെ ഒരു മനുഷ്യൻ അവാർഡ് കൊടുക്കുന്നതെന്ന് പരിഗണനയിൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് കിട്ടും. നിങ്ങളുടെ കമൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിടാം. എന്തുകൊണ്ട്? അതിപ്പോൾ കോൺഗ്രസ് സർക്കാരിരിക്കുമ്പോഴും BJP സർക്കാരിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് അവാർഡ് നിശ്ചയിച്ചു. ഇനി കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അദ്ദേഹം കൃത്യമായ ഒരു പാർട്ടിയിലുണ്ട്. ആ പാർട്ടിയിലുള്ളതും എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. കൈരളി TV ചാനലിൻ്റെ ചെയർമാനും ഒക്കെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെയും BJPയെയും ഒരിക്കലും മോശമായി കാണുകയോ തൻ്റെ പാർട്ടിയെക്കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലായിടത്തും ഒരു സമവായം തീർക്കുന്ന ആൾ തന്നെയാണ് മമ്മൂട്ടി. അന്നേരം അങ്ങനൊരു നടൻ ഒരിക്കലും ഒരു പാർട്ടി അധിക്ഷേപിച്ചോ ഒരു മനുഷ്യനെ അധിക്ഷേപിച്ചോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു പെർഫെക്റ്റ് ജെന്റിൽമാനാണ്. എത്ര നാൾ ഇങ്ങനെ മാറ്റി വെക്കും? ഈ അവാർഡുകളും ബഹുമതികളും എല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതായത് മലയാളികൾ, ഇതിനിപ്പോൾ മോഹൻലാൽ ഫാനായാലും മമ്മൂട്ടി ഫാനായാലും ജനങ്ങളാണ്, സാധാരണ നോർമൽ ഓഡിയൻസും ആഗ്രഹിക്കുന്നവരാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരു കലാ സാംസ്കാരിക മേഖല നിൽക്കുന്ന ഒരു മനുഷ്യന് കിട്ടാൻ അർഹിച്ച ബഹുമതികൾ കൊടുക്കാതിരിക്കുന്നതിൻ്റെ അത്രയും മോശം വേറൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കിട്ടിയാൽ അത് മമ്മൂട്ടിക്ക് കിട്ടിയ വലിയൊരു ലോട്ടറി ആയിട്ട് ഞാൻ കണക്കാക്കും. കിട്ടാൻ യാതൊരു ചാൻസും എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങോട്ട് പോകും തോറും ഇത് കിട്ടാനുള്ള ചാൻസുകൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അന്നേരം അതിനെക്കാട്ടിൽ ഏറ്റവും വലിയ അവാർഡ് ഞാൻ കാണുന്നത്, നിങ്ങൾക്കും കമൻ്റ് ഇടാം, ഒരു മമ്മൂട്ടിക്ക് ജനങ്ങൾ കൊടുക്കുന്നൊരു ജനകീയ അവാർഡുണ്ട്. അതായത് ജനങ്ങളുടെ മനസ്സിലുള്ള അദ്ദേഹത്തിന് കിട്ടുന്നൊരു അവാർഡ്. ആ അവാർഡ് എന്നും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ കിട്ടിയിരിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള ബഹുമതി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രയാസമാണെന്ന് തോന്നുന്നു. ആ കടമ്പകൾ മാറട്ടെ, അവാർഡുകൾ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. അടുത്ത വർഷം അവാർഡ് വരുമ്പം ഈ വീഡിയോ പ്രസക്തമാകുമായിരിക്കാൻ നാഷണൽ അവാർഡ് കിട്ടട്ടെ, അങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡിൽ നിന്ന് മമ്മൂട്ടിയെ പരിഗണിക്കാത്തത്? ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കമൻറ്റുകൾ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കമൻസ് ഇടാം.
പ്രസക്തമായ ഒരു വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങളുടെ കമൻറ്റ്സ് ഉറപ്പായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ സൈനിങ് ഓഫ്.